നമസ്കാരം സുഹൃത്തുക്കളെ. സൗദി അറേബ്യയിൽ ഒരു സ്ഫോടനം നടന്നിരിക്കുകയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഫോടനമല്ല, സാംസ്കാരിക സ്ഫോടനം. അപ്പോൾ 2 ദിവസം മുമ്പ് ജെനിഫർ ലോപ്പേസ് ഒരു ഫാഷൻ ഷോയിൽ ഒരു പാട്ട് പാടുകയുണ്ടായി. ആ പാട്ടിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിൻ്റെ വാർത്തയെല്ലാം നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ അതിനെപ്പറ്റിയല്ല എനിക്ക് പറയാനുള്ളത്. ഈ കേരളത്തിൽ ഇസ്ലാമിക് അപ്പോളജിസ്റ്റുകൾ എന്ന് പറയുന്ന നിരവധി പേരുണ്ട്. അപ്പോൾ പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ജംഗ്ഷൻ ഹാക്കിൻ്റെ അനിൽ മുഹമ്മദ്, അതുപോലെ ഷജീർ പുള്ളിക്കൽ, റഫീഖ് സലഫി, ഇതുപോലുള്ള കുറേ ഇസ്ലാമിക പ്രഭാഷകരും ഇസ്ലാമിക പ്രബോധനം നടത്തുന്നവർ നിരവധി പേരുണ്ട്. അവരാരും തന്നെ ഈ പരിപാടിയെക്കുറിച്ച് യാതൊരു വിമർശനവും ഉന്നയിച്ചില്ല. അപ്പോൾ ഇതാണ് എൻ്റെ മെയിൻ ചോദ്യം. എന്തുകൊണ്ടായിരിക്കാം സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു വലിയൊരു സാംസ്കാരിക മാറ്റം നടക്കുന്നതിനെക്കുറിച്ച് ഈ മലബാറി കോയമാരാരും പ്രതികരിക്കാത്തത്? അവർക്കെന്തെങ്കിലും ഭയം ഉണ്ടായിട്ടാണോ അതോ ബഹുമാനം കൂടിയിട്ടാണോ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയുടെ ശരീരം കാണുന്നത് തന്നെ ഹറാമാണ്. സൗദി അറേബ്യയിൽ ജെനിഫർ ലോപ്പേസ് ജട്ടിയിട്ട് ഡാൻസ് കളിച്ചതിനെപ്പറ്റി ഇവർക്കാർക്കും ഒന്നും പറയാനില്ലേ? അതെന്താണ് സൗദി അറേബ്യയ്ക്കൊരു പ്രത്യേക പരിഗണന? പ്ലീസ്. അപ്പം നിരീശ്വരവാദിയെ നാഴിക്ക് 40 വട്ടം കുറ്റം പറയുകയും കിട്ടുന്ന അവസരത്തിനൊക്കെ ഗൾഫിൽ ജീവിക്കുന്ന നിരീശ്വരവാദികളൊക്കെ ജോലി കളയാൻ വേണ്ടി പോലീസിലും പട്ടാളത്തിലും കിട്ടാവുന്ന അർബാബുമാരെ എല്ലാം വിളിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്ന ഇതുപോലത്തെ പ്രഭാഷകർ എന്തുകൊണ്ടാണ് നിശബ്ദരായിരിക്കുന്നത്? ഇതാണ് എനിക്കറിയേണ്ടത്. നന്ദി, നമസ്കാരം.